ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الناس أوصيكم عباد الله وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. അല്ലാഹുവിന്റെ സത്യവിശ്വാസികളായ അടിമകളെ, ഉടമസ്ഥനായ അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുവാനും അതിൽ കൂടി ദുനിയാവിലും നാളെ ആഖിറത്തിലും വിജയം കരസ്ഥമാക്കുവാനും ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ദീനുൽ ഇസ്ലാം പരിപൂർണമായ രീതിയിൽ നമ്മുടെ കയ്യിൽ എത്തിച്ചിട്ടുണ്ട്. അതായത് ദീനുൽ ഇസ്ലാമിലേക്ക് ഇനി ഒന്നും കടത്തിക്കൂട്ടാനുമില്ല, അതിനുള്ളതിനെ ഒന്നും കുറക്കാനുമില്ല. നമ്മൾ ആ ഇസ്ലാമിനെ അറിയേണ്ട രീതിയിൽ അറിയാൻ മെനക്കെട്ടില്ലെങ്കിൽ നമ്മൾ പഠിച്ചു പോകും, ദ്വലാലത്തിലാവും. പ്രിയപ്പെട്ടവരെ, വഴിപിഴച്ചാൽ, ദ്വലാലത്തിലായാൽ ദുനിയാവിൽ ചിലപ്പോൾ നഷ്ടങ്ങളൊന്നും ഉണ്ടാവില്ല. കാരണം അല്ലാഹു ദുനിയാവിനെ ദീനുമായി ബന്ധപ്പെടുത്തിയിട്ടില്ല. ദുനിയാവ് ആർക്കും അല്ലാഹു എങ്ങനെയും കൊടുക്കും. എന്നാൽ പിഴക്കുന്നവന് വരുന്ന വലിയ നഷ്ടം മരിച്ചതിന് ശേഷം അവന്റെ ആഖിറത്തിലാണ്. ആഖിറത്തിന്റെ നഷ്ടം നികത്താൻ കഴിയാത്ത നഷ്ടമാണ്. ദുനിയാവിൽ എന്തെങ്കിലും നഷ്ടങ്ങൾ സംഭവിച്ചു, കച്ചവടം പൊളിഞ്ഞു, അതല്ലെങ്കിൽ അഭിമാനക്ഷതം പറ്റി, അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ ദുനിയാവിന്റെ പ്രശ്നങ്ങൾ ഉണ്ടായി, ഒന്ന് കഠിനാധ്വാനം ചെയ്ത് മെനക്കെട്ടാൽ അത് രണ്ടാമത് ഉണ്ടാക്കാം, അല്ലാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ. പക്ഷെ ആഖിറ അങ്ങനെയല്ല. മരണത്തോടു കൂടി ആഖിറത്തിന് വേണ്ടി പണിയെടുക്കാനുള്ള സമയം കഴിഞ്ഞു. പിന്നെ യാ വൈലത, ഓ എന്റെ നഷ്ടമേ എന്ന് പറഞ്ഞ് ആക്ഷേപിച്ച് നിലവിളിച്ച് കരയലല്ലാതെ വേറെ മാർഗങ്ങളൊന്നുമില്ല. തിരിച്ചു വരാൻ സാധിക്കൂല, അത് ഉറപ്പാണ്. അതുകൊണ്ട് ആ ഉറപ്പുള്ളവർ ദീനിനെ വളരെ കൃത്യമായി മനസ്സിലാക്കി അതേത് സാഹചര്യത്തിലും എന്ത് സംഭവിച്ചാലും മുറുകെ പിടിച്ച് ജീവിക്കാൻ തയ്യാറാവണം. അല്ലാഹു തൗഫീഖ് നസീബാക്കി തരട്ടെ. അതിനെ വിജയമുള്ളൂ, അതല്ലാത്തതിൽ വിജയമില്ല. ചിലപ്പോ നമ്മുടെ ദുനിയാവിന്റെ കണ്ണ് മറ്റെന്തെല്ലോ കാര്യത്തിൽ വിജയം നമുക്ക് കാണിച്ചു തരും. പറയുന്ന ശൈത്താൻ നമ്മളെ അതുമല്ലാണ്ടൊക്കെ പ്രേരിപ്പിച്ച് അലങ്കൃതമാക്കി മനോഹരമായി കാണിക്കും. പക്ഷെ അത് വിജയമല്ല പ്രിയപ്പെട്ടവരെ. അതിന് സമാധാനമില്ല, അതിന് ആശ്വാസമില്ല, അതിനൊരു റാഹത്തുമില്ല. ഏത് സമയത്തും അല്ലാഹുവും അല്ലാഹുവിന്റെ റസൂലും പഠിപ്പിച്ച ദീനിനെ
നഷ്ടപ്പെട്ടു പോകാതെ പഠിച്ച് മനസ്സിലാക്കി പർവ്വതം കണക്കെ ഉറച്ചു പിടിച്ചാൽ മനസ്സിൽ തരുന്ന റാഹത്തും ആശ്വാസവും വേറെയാ. അത് ദുനിയാവിലായാലും മരിച്ചതിന് ശേഷം ആഖിറത്തിലായാലും. അവിടെ സത്യവിശ്വാസികൾ ചില കാര്യങ്ങള് ദീനുൽ ഇസ്ലാമിൽ എന്താണ് നമ്മളോട് പറയാനുള്ളത് എന്ന് വ്യക്തമായി പഠിക്കണം. നമ്മൾ സാധാരണ പഴമക്കാര് പറയുന്ന പോലെ ഒഴുക്കിനനുസരിച്ച് നീന്തുന്ന ആൾക്കാരാവരുത്. വെള്ളം താഴോട്ട് ഒഴുകുകയാണ്, നമ്മൾ കിടന്നു കൊടുത്തു, അതിന്റെ പോലെ നമ്മൾ ഒഴുകി. അങ്ങനെയല്ല മുമ്പിൽ അങ്ങനെയല്ല. നാട് മുഴുവനും ഒരു ഭാഗത്തേക്ക് ഒഴുകുമ്പോഴും ഹക്ക് മറുഭാഗത്താണെങ്കിൽ തിരിച്ച് നീന്താനുള്ള ശക്തി ഉണ്ടാവണം, ശരീരത്തിനും ഈമാനിനും. നമ്മളിപ്പോ റബീഉൽ അവ്വൽ മാസത്തിലാണുള്ളത്. റബീഉൽ അവ്വൽ മാസം വരുമ്പോഴേക്കും നാട്ടിന് പൊതുവെ പലതരം ചർച്ചകളും ഉണ്ടാവും ദീനുമായി ബന്ധപ്പെട്ട്, ദുനിയാവിന്റെ അല്ല, ദീനുമായി ബന്ധപ്പെട്ട്. അതിന് നമ്മൾ പ്രാഥമികമായി അറിയാനുള്ള ചില കാര്യങ്ങൾ, നമ്മുടെ വസ്വാസ് മാറാൻ, ഇത് നമ്മൾ അറിയാനും നമ്മുടെ കുടുംബക്കാർക്ക് അറിയിച്ചു കൊടുക്കാനും നാട്ടുകാർക്ക് അറിയിച്ചു കൊടുക്കാനും വേണ്ടി പറയുക. ഒരുപക്ഷെ നമ്മൾ പല പ്രാവശ്യം കേട്ടിട്ടുണ്ടാവും. എന്നാലും അല്ലമ ഇബ്നു ബാസ് റഹിമഹുല്ലാഹു തആല അദ്ദേഹത്തിന്റെ മക്കത്തുള്ള ദർസുകളിൽ ശിഷ്യന്മാര് പറയുക, മുമ്പിലുള്ളത് വലിയ വലിയ മഹാപണ്ഡിതന്മാരായിരിക്കും. തഫ്സീറിന്റെ ഉലമാക്കൾ, ഹദീസിന്റെ ഉലമാക്കൾ, ബലാഗത്തിന്റെ ഉലമാക്കൾ, ഫിഖ്ഹിന്റെ ഉലമാക്കൾ, അങ്ങനെ വലിയ വലിയ പണ്ഡിതന്മാരായിരിക്കും ഇബ്നു ബാസ് റഹിമഹുല്ലാഹിന്റെ മുമ്പിൽ വന്ന് ദർസ് കേൾക്കാൻ ഇരിക്കുന്നുണ്ടാവും. ശിഷ്യന്മാര് പറയുക, അദ്ദേഹത്തിന്റെ ദർസ് ഏത് വിഷയത്തിലാണെങ്കിലും തുടങ്ങുന്നത് തൗഹീദ് പറഞ്ഞുകൊണ്ടായിരിക്കും, അവസാനിപ്പിക്കുന്നതും തൗഹീദ് പറഞ്ഞുകൊണ്ടായിരിക്കും. അദ്ദേഹം പറയാ, ചിലപ്പോൾ അത് കേൾക്കുന്ന ആളുകൾക്ക് തോന്നും ഇത്രയും വലിയ മഹാപണ്ഡിതന്മാർക്ക് ദർസ് എടുക്കുന്ന ശൈഖ് ആവർത്തിച്ച് കേട്ടോണ്ടിരിക്കുന്ന ഈ വിഷയം തന്നെ പിന്നെ പറയുന്നതിനാ. അദ്ദേഹം പറഞ്ഞു, ഇബ്നു ബാസ് റഹിമഹുല്ലാഹു തആല മനസ്സിലാക്കുന്നത് 1000 പ്രാവശ്യം കേട്ട കാര്യമാണെങ്കിലും അത് പിന്നെയും ആവർത്തിച്ച് കേൾക്കൽ അനിവാര്യമാണ്. കാരണം വിഷയം തൗഹീദായതുകൊണ്ട്, ദീനായതുകൊണ്ട്, അസ്ലായതുകൊണ്ട്. അവിടെ ചിലപ്പോൾ റബീഉൽ അവ്വൽ മാസവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പല പ്രാവശ്യം നമ്മൾ കേട്ടിട്ടുണ്ടാവും. പിന്നെയും പറയുന്നതിനാ നമ്മുടെ വിശ്വാസം മാറാൻ വേണ്ടിയിട്ടാണ്, മനസ്സിലുള്ള ചൊറിച്ചില് മാറാൻ, അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ. എല്ലാവർക്കും പ്രസംഗിക്കാൻ കഴിഞ്ഞോളുന്നില്ല, എല്ലാവർക്കും എഴുതാൻ പറ്റണമെന്നില്ല. പക്ഷെ എല്ലാവർക്കും സാധിക്കുന്ന ഒരു കാര്യമുണ്ട്, കയ്യിൽ കിട്ടിയ ഇൽമിനെ മറ്റുള്ളവർക്ക് ഏതെങ്കിലും തരത്തില് അറിയിക്കാനും കേൾപ്പിക്കാനും പറ്റും. റബീഉൽ അവ്വൽ മാസം ദീനുൽ ഇസ്ലാമിൽ എന്ത് പ്രത്യേകതയുള്ള മാസമാണ്? അല്ലെങ്കിൽ എന്താണ് മുസ്ലിമീങ്ങൾ ആ മാസത്തിൽ പ്രത്യേകമായി പ്രവർത്തിക്കേണ്ടത്, ചെയ്യേണ്ടത്, ചെയ്തു തീർക്കേണ്ടത്? പരിശുദ്ധ ഖുർആനും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസും ഈ ഉമ്മത്തിന്റെ മുൻഗാമികളുടെ ജീവിതവും, ഇതാണ് 3 പ്രമാണം. അത് മൂന്നും മുന്നിൽ വെച്ച് നോക്കിയാൽ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമായി പറഞ്ഞ മാസം 4 അതിന് റബീഉൽ അവ്വൽ മാസമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചില മാസങ്ങളുടെ പ്രത്യേകതകൾ പറഞ്ഞ് നിങ്ങൾ ഇന്നത് ചെയ്യണമെന്ന് പ്രത്യേകം കൽപ്പിച്ചിട്ടുണ്ട്. അതിലും റബീഉൽ അവ്വൽ മാസമില്ല. നബൂവത്ത് കിട്ടിയതിന് ശേഷം 23 വർഷക്കാലം ജീവിച്ച മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പോലും 23 വർഷത്തിൽ ഒരു പ്രാവശ്യം പോലും ഇതാ റബീഉൽ അവ്വൽ മാസമാണ്, നിങ്ങൾ ഇങ്ങനെ ചെയ്യണം, ഇന്നത് പറയണം, ഇന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ടില്ല. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് തീപടിച്ച സഹാബാക്കൾ അഥവാ നമ്മളുടെ മുൻഗാമികൾ, പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു ദീനുൽ ഇസ്ലാമിന്റെ മുൻഗാമിയായി, മാതൃകയായി നമുക്ക് പരിചയപ്പെടുത്തി തന്ന സഹാബാക്കളിൽ ആരും ഈ മാസം വന്നതിന്റെ പേരിൽ പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല, പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല. എങ്കിൽ പിന്നെ നാം ഈ മാസത്തിന് കൊടുക്കുന്ന പ്രത്യേകത എന്തടിസ്ഥാനത്തിലാണ്? ഈ മാസത്തിന്റെ പിറ കാണുമ്പോഴേക്കും ആളുകളുടെ മനസ്സിന് പെരുന്നാളിന്റെ പിറകണ്ട പോലെയുള്ള ഒരു പ്രത്യേക അനുഭൂതി വരുന്നതിന്റെ അടിസ്ഥാനം എന്താ? വരാൻ പാടില്ല. അങ്ങനെ ഒരു ചോദിച്ച ഒരു മുസ്ലിമിന്റെ മനസ്സിന് വരാൻ പാടില്ല. റമദാന്റെ പിറകണ്ടാ വരണം, പെരുന്നാളിന്റെ പിറകണ്ടാ വരണം,
ദുൽഹജ്ജ് മാസത്തിന്റെ പുറ കണ്ടാൽ ഒരു പ്രത്യേക രസം ഉണ്ടാവണം. മുഹറത്തിന്റെ കണ്ടാൽ ഉണ്ടാവണം. എന്തുകൊണ്ട്? മുൻഗാമികൾക്ക് ഉണ്ടായിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറയപ്പെട്ട മാസങ്ങളിൽ ഇന്ന ചെയ്യണമെന്ന് പ്രത്യേകം പഠിപ്പിച്ചിട്ടുണ്ട്, മുൻഗാമികൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് റബീഉൽ അവ്വൽ മാസത്തിൽ അങ്ങനെ ഇല്ല, അതുകൊണ്ട് തോന്നേണ്ടതും ഇല്ല. അതുകൊണ്ട് റബീഉൽ അവ്വൽ മാസത്തിന്റെ പിറ കണ്ടപ്പോഴേക്കും പ്രത്യേകിച്ച് എന്തെങ്കിലും കാട്ടിക്കൂട്ടിയവർക്ക് കൂലി കിട്ടാനില്ല. അതൊന്നും ഇല്ലാത്ത സലഫികളെ പോലെയുള്ള ആളുകൾക്ക് കുറ്റം കിട്ടാനുമില്ല. ഒരു പ്രത്യേകതയും അതിനില്ല. എങ്കിൽ പിന്നെന്തുകൊണ്ടാണ് ആളുകളിൽ മഹാഭൂരിപക്ഷവും അതിന് പ്രത്യേകത കാണുന്നത്? ചില ആൾക്കാർ ചോദിക്കും, നിങ്ങൾ ഈ സലഫികൾ കുറച്ച് ആൾക്കാരല്ലേ റബീഉൽ അവ്വൽ മാസം വരുമ്പോൾ ഇങ്ങനത്തെ വർത്താനം പറയുന്നുള്ളൂ? അതേസമയത്ത് ലോകത്തുള്ള മഹാഭൂരിപക്ഷം ആളുകളും അതിന് പ്രത്യേകത കാണുന്നവരാണല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു രണ്ട് കാര്യങ്ങൾ. അതിലൊന്ന്, പ്രത്യേകിച്ച് എന്തെങ്കിലും പ്രത്യേകത ആ മാസത്തിൽ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ പാപത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു, നിങ്ങൾ തെറ്റുകാരായിരിക്കുന്നു, നിങ്ങൾ കൂലിയായിരിക്കും പ്രതീക്ഷിക്കുന്നുണ്ടാവുക. പക്ഷെ നിങ്ങൾക്ക് കിട്ടുന്നത് അല്ലാഹുവിന്റെ അദാബായിരിക്കും. എന്താ കാരണം? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. ലാസ്റ്റ് വാക്ക് അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്ക് ഉമ്മത്തിനെ സംബന്ധിച്ച് ലാസ്റ്റ് വാക്ക്. പിന്നെ അതിനെപ്പറ്റി ഞാൻ ഒന്നുകൂടെ പഠിക്കട്ടെ, ഞാൻ ഒന്നുകൂടി ആലോചിച്ച് നോക്കട്ടെ, പിന്നെ അതിനെപ്പറ്റി ഉലമാക്കൾ എന്താ പറഞ്ഞെന്ന് ഞാൻ ഒന്ന് അന്വേഷിച്ച് നോക്കട്ടെ. മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ വർത്താനമില്ല. അങ്ങനെ ചിന്തിക്കുന്നവന് മുമ്പിലാവാനും സാധിക്കൂല. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളെ ഒരു വിഷയത്തിന്റെ ലാസ്റ്റ് വാക്കായി കാണാൻ കേൾക്കാൻ ഒരുത്തന് സാധിക്കുന്നില്ലെങ്കിൽ ഓന്റെ ഈമാൻ പൂർണ്ണമല്ല. റസൂലുള്ളാഹി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ അമില അമലൻ, ആരെങ്കിലും എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്താൽ, എങ്ങനത്തെ പ്രവൃത്തി? ലൈസ അലൈഹി അംറുനാ, നമ്മുടെ കൽപ്പനയില്ലാത്ത, നമ്മുടെ മാതൃകയില്ലാത്ത, നാം ചെയ്തിട്ടില്ലാത്ത, കൽപ്പിച്ചിട്ടില്ലാത്ത, പറഞ്ഞിട്ടില്ലാത്ത എന്തെങ്കിലും ഒരു അമൽ ദീനിന്റെ ഭാഗമായി ആരെങ്കിലും ചെയ്താൽ ഫഹുവ റദ്ദുൻ ഐ മർദൂദുൻ അലൈഹി, അത് തള്ളപ്പെട്ടതാണ്. അത് ദീനായിട്ട് കാണാൻ കഴിയൂല. അത് വലിയ പോലീസുള്ള സംഗതിയായി മനസ്സിലാക്കണ്ട. നിങ്ങൾ അതിലെന്തോന്നുണ്ടാവൂലേ എന്നും ചിന്തിക്കേണ്ട. ഫഹുവ റദ്ദുൻ, തള്ളപ്പെട്ടതാണ്, സ്വീകരിക്കാൻ കൊള്ളൂല. അത് ചെയ്തത് എത്ര വലിയ ആളാണെങ്കിലും ശരി. അത് പറയുന്നത് നിങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന, ആദരിക്കുന്ന, ഉമ്മത്തിന്റെ നേതൃത്വം അലങ്കരിക്കുന്ന ആളാണെങ്കിലും ശരി. 50 കൊല്ലമായി ഖുർആനിന്റെ, ഹദീസിന്റെ, ഫിഖ്ഹിന്റെ ദർസുകൾ നടത്തുന്ന നിങ്ങളെ കണ്ണിലുള്ള വലിയ പണ്ഡിതനാണെങ്കിലും അത് തള്ളപ്പെട്ടതാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുമ കുറച്ചും കൂടി കടുപ്പത്തിൽ പറഞ്ഞു. എന്തുകൊണ്ടാണെന്നറിയോ? അത് റദ്ദാന്ന് പറയാൻ കാരണം തള്ളപ്പെടേണ്ടതാണ്, അടുക്കരുത്, സ്വീകരിക്കരുത്, നിങ്ങൾ തെറ്റിലായി പോവും എന്ന് പറയാൻ കാരണം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇയ്യാകും, നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു എന്ന് പറയുമ്പോൾ എന്നാലും ഇവരിങ്ങനല്ലേ എന്ന് ചിന്തിച്ചാൽ ഇതിന്റെ ഈമാനം പരിശോധിച്ചോളെ. ഇങ്ങനെ നമുക്ക് അങ്ങനത്തെ ഒരു അസുഖമുണ്ട്, രോഗം, മാരകമായ രോഗം, ക്യാൻസറിനേക്കാളും വലിയ രോഗം. എന്താണെന്നറിയോ? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതാ പറഞ്ഞിരിക്കുന്നു. എന്ത് പറഞ്ഞിട്ടൊരാള് അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസ് പറയുമ്പോൾ എന്നാലും നമ്മുടെ ഉസ്താദ് ഇങ്ങനല്ലേ പറഞ്ഞത്, നമ്മൾ ഇങ്ങനല്ലേ പഠിച്ചു വന്നത്, നാട്ടില് പണ്ടുപണ്ട് ഇങ്ങനല്ലേ എന്നെങ്ങാനും നിന്റെ മനസ്സിന് തോന്നിച്ച് വരുന്നുണ്ടെങ്കിൽ ഇയ്യാക്കും, നിന്നെ സൂക്ഷിച്ചോടെ, നിന്റെ ഈമാൻ അപകടത്തിലാണ്. അധികം വൈകാതെ പദാർത്ഥത്തിന്റെ വഴികേടിന്റെ ചെടിയിൽ മുങ്ങാൻ പോവാൻ ജാഗ്രതയോടെ കണ്ടോടെ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇയ്യാക്കും, നിങ്ങൾ നിങ്ങളുടെ ദീനിനെ സൂക്ഷിച്ചോളണം. വമുഹ്ദസാത്തിൽ ഉമൂർ, ഈ ദീനിൽ പുതുതായി നിർമ്മിക്കപ്പെട്ടതിനെയും നിങ്ങൾ സൂക്ഷിച്ചോളണം. ഏതാ ഈ പുതുതായി നിർമ്മിക്കപ്പെട്ടത്? മൈക്ക്, ഇത് മുഹ്ദസാണ്. അങ്ങനെ ചില ആൾക്കാർ പറയും ഈ തൊപ്പി മുഹ്ദസാണ്,
ഈ കന്തൂറ മുഹ്ദസ, മുമ്പില്ല, ഇപ്പുണ്ടാക്കിയതാണ്. ഈ മിമ്പർ, ഇങ്ങനത്തെ മിമ്പർ മുഹ്ദസ, ഈ ക്യാമറയും ഫോണും മുഹ്ദസ. അപ്പൊ അതിനെ സൂക്ഷിക്കണം എന്നാണോ പറഞ്ഞത്? അല്ല, അല്ല. ഇനിയും എന്തൊക്കെയോ വരാൻ പോവാണ്. എന്തെല്ലാം വന്നു? പണ്ട് മൊബൈലിൽ പറയുന്ന സാധനം അത്ഭുതമായിരുന്നു, ഇപ്പൊ അത്ഭുതമല്ല. ഇനിയിപ്പോ അടുത്ത കാലത്ത് എന്താ വരാൻ പോകുന്നത് എന്നാകുവാണ്. വലിയ കമ്പ്യൂട്ടർ വന്നപ്പോ മനുഷ്യന്മാർ അത്ഭുതത്തോടെ നോക്കി. പിന്നെ ലാപ്ടോപ്പിലേക്ക് മാറി, പിന്നെ ചെറിയ ടാബായി, ഇപ്പൊ ചെറിയ ചിപ്പുകളായി. ഇനിയിപ്പോ എന്തൊക്കെയോ അല്ലാഹു. അല്ലാഹു പറഞ്ഞു ഖുർആനിൽ, നിങ്ങൾ അറിയാത്ത പലതും ഞാൻ ഉണ്ടാക്കും. ഇനിയും എന്തെല്ലോ അടുത്ത കാലത്ത് വരും. ഭാഷാപരമായി അത് മുഹ്ദസ. ദുനിയാവിൽ ജീവിക്കുന്ന അടിമകൾക്ക് അവന്റെ ജീവിതത്തിൽ ആവശ്യമായി ഉപയോഗിക്കാനുള്ള വസ്തുക്കൾ മുമ്പില്ലാത്തത് ഇപ്പോൾ ഉണ്ടായി എന്ന് പറഞ്ഞാൽ ഒരു തെറ്റില്ല. ഉപയോഗിച്ചോളി, ബൈക്ക് ഉപയോഗിച്ച പ്രശ്നമില്ല. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബൈക്ക് ഉപയോഗിച്ചിട്ടുണ്ടോ? ഇല്ല. എന്താ ഇല്ല? ആ കാലത്ത് അതില്ല. നബി കാറിൽ പോയിട്ടുണ്ടോ? അത് കാറില്ല. റസൂലുള്ളാഹി തങ്ങൾ മൊബൈൽ നോക്കിയിട്ടാണോ ഖുതുബ നടത്തിയത്? അന്ന് മൊബൈലില്ല. അതും മുഹ്ദസ. പക്ഷെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിശക്തമായി നിങ്ങൾ സൂക്ഷിക്കണം എന്ന് പറഞ്ഞത് 23 കൊല്ലം കൊണ്ട് ഞാൻ പഠിപ്പിച്ച ദീന് പുതുതായിട്ട് നിങ്ങൾ എന്തെങ്കിലും ഉണ്ടാക്കിയാൽ ദീനിന്റെ പേര്. ബൈക്ക് ഉപയോഗിക്കുന്നത് ദീനിന്റെ പേരിലല്ല, മൊബൈൽ ഉപയോഗിക്കുന്നത് കൂടി കിട്ടാൻ വേണ്ടിയിട്ടല്ല. എന്നാൽ റബീഉൽ അവ്വൽ മാസം വരുമ്പോൾ പലതും കാണിക്കുന്നത് ദീനിൽ അങ്ങനെ ഒന്നുണ്ടെന്ന് വിശ്വസിച്ചിട്ട് അതിനെപ്പറ്റിയായി പറഞ്ഞത്. ഇയ്യാകും വമുഹ്ദസാത്തിൽ ഉമൂർ. 23 കൊല്ലം കൊണ്ട് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ച ദീൻ, അതും എന്റെ ഇഷ്ടപ്രകാരമല്ല, എന്റെ റബ്ബ് എനിക്ക് നൽകിയ വഹയിന്റെ അടിസ്ഥാനത്തിൽ കലർപ്പുകളില്ലാതെ അടികൊണ്ടു, ഏറുകൊണ്ടു, രക്തം പൊടിഞ്ഞു. എന്റെ കുടുംബക്കാരും ബന്ധുക്കളും പട്ടിണി കിടന്നു. പലരും പട്ടിണി കിടന്ന് മരിക്കേണ്ടി വന്നു. എന്നെ ഖുറൈശികളെ കാർക്കിച്ചു തുപ്പി, എന്നെ ആക്ഷേപിച്ചു, ചീത്ത വിളിച്ചു, എന്നെ മോശക്കാരനാക്കി. ഇതെല്ലാം സഹിച്ചും ത്യജിച്ചും ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ച ഈ ദീന് ആരെങ്കിലും എന്തെങ്കിലും പുതുതായി കൊണ്ടുവന്നാൽ നിങ്ങൾ അതിനെ സൂക്ഷിച്ചോളെ. എന്തുകൊണ്ട്? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്ന ശർറൽ ഉമൂരി മുഹ്ദസാതുഹാ. ദീനിൽ ഏറ്റവും വെറുക്കപ്പെട്ടത് അത് പുതുതായി നിർമ്മിക്കപ്പെട്ട സംഗതികളാണ്. ഏറ്റവും പുണ്യമാക്കപ്പെട്ടതല്ല പറഞ്ഞത്, ഏറ്റവും മോശം പുതുതായിട്ടുണ്ടാക്കപ്പെട്ടതാ. വഇന്ന കുല്ല മുഹ്ദസത്തിൻ ബിദ്അ. അങ്ങനെ പുതുതായിട്ടുണ്ടായതെല്ലാം ബിദ്അത്താണ്. വകുല്ല ബിദ്അത്തിൻ ളലാല. എല്ലാ ബിദ്അത്തും ളലാലത്താണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ലാസ്റ്റ് വാക്കാണ്. അതുകൊണ്ട് റബീഉൽ അവ്വൽ മാസം വരുമ്പോൾ മനസ്സിൽ എന്തെങ്കിലും പ്രത്യേകിച്ചൊരു തള്ളൽ വരുന്നുണ്ടെങ്കിൽ ഉടനെ ചിന്തിച്ചോളി, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അങ്ങനെ വന്നിട്ടുണ്ടോ? മുൻഗാമികൾക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നമുക്കതില്ല. ഉണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ ഒന്നാമത്തെ സഫിൽ ഉണ്ടാവണം. അതുണ്ടാവാൻ അല്ലാഹുവിന്റെ റസൂലോ സഹാബത്തിനോ റബീഉൽ അവ്വൽ മാസം വരുമ്പോൾ പ്രത്യേകിച്ച് എന്തെങ്കിലും അനുഭൂതി വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ കൊടി പിടിക്കാൻ സലഫി മസ്ജിദിന്റെ പ്രസിഡന്റും ഖതീബും സെക്രട്ടറിയും ഒന്നാമത്തെ വരിയിൽ നിൽക്കണം. ഉണ്ടെങ്കിൽ പക്ഷെ റസൂലുള്ളാഹി പറഞ്ഞു കുല്ല ബിദ്അത്തിൻ ളലാല. ഇല്ല. അപ്പൊ ചിലപ്പോൾ ചെറുപ്പക്കാരെ ചോദിക്കും, അമേരിക്കയിൽ, ഓസ്ട്രേലിയയിൽ, പിന്നെ സൗദിയായി, നിങ്ങളുടെ നാടല്ലേ സൗദിയ, പിന്നെ അറേബ്യൻ രാജ്യങ്ങളിൽ അവിടെ നിന്നും നിങ്ങൾക്ക് മാത്രം എന്താ പ്രശ്നം? അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, കുല്ലു ബിദ്അത്തിൻ ളലാല. എല്ലാം വഴികേടാ, എല്ലാ ബിദ്അത്തും. വഇൻ റആഹ അന്നാസു ഹസന. ആളുകൾ അത് നന്നായിട്ട് കണ്ടാലും നന്നായിട്ട് പറഞ്ഞാലും അതാരും നടത്തിയാലും കുല്ലു ബിദ്അത്തിൻ ളലാല. ചിലപ്പോൾ വലിയ താടിയും ഭയങ്കര നിസ്കാരത്തിലുള്ള മഹാന്മാരെ പോലത്തെ ആൾക്കാരൊക്കെ ഉണ്ടാവും. അത് നടത്താൻ വേണ്ടി മുമ്പിൽ ഇബ്നു ഉമർ പറഞ്ഞു റളിയല്ലാഹു അൻഹുമാ, വഇൻ റആഹ അന്നാസു ഹസന. ഭൂരിപക്ഷം ആളുകളും അത് നന്മയായി കാണുന്നെങ്കിലും ശരി, എല്ലാ ബിദ്അത്തും വഴികേടാണ്. അവിടെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ പറയപ്പെട്ട സംഗതികൾ ഇങ്ങനെയായത് കൊണ്ട് റബീഉൽ അവ്വൽ മാസത്തിൽ ഒരു പ്രത്യേകതയും നമ്മൾ കാണുന്നില്ല. ഇനി അങ്ങനെ കാണുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു കൂട്ടക്കാര് പറയുന്നു മഹാസംഭവമാണ്, നാട്ടിലുള്ള സെലഫികൾ പറയുന്നു ഒന്നുമല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ആകാശക്കുഴപ്പത്തിനെ നാട്ടിലുള്ള 3-4 വിമ്പറുകൾ ഗർജിക്കാൻ തുടങ്ങി. ഇതാ റബീഉൽ അവ്വൽ മാസം വന്നിരിക്കുന്നു,
ഇപ്പൊ സലഫി പള്ളിയിൽ മിമ്പറിൽ പലതും പറയാൻ തുടങ്ങും. റസൂലുള്ളാഹിയോട് മുഹബ്ബത്ത് ഇല്ലാത്തവര്, മദ്ഹ് പറയാത്തവര്, റസൂലുള്ളാഹിനെ സ്നേഹിക്കാത്തവര് റബീഉൽ അവ്വൽ മാസം വരുമ്പോഴേക്കും ചീത്ത പറയാൻ തുടങ്ങും, മോശമാക്കാൻ തുടങ്ങും. പല മിമ്പറുകളും പറയും. സലഫി മിമ്പർ പറയും ഇങ്ങനത്തെ സംഗതിയേ ഇല്ല, ജനങ്ങൾ ആകാശക്കുഴപ്പത്തിലായി. എന്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ ഉത്തരം നേരത്തെ പറഞ്ഞത് 1400 ചില്ലാനും കൊല്ലങ്ങൾക്ക് മുമ്പ് മുഅ്മിനീങ്ങളെ, എന്റെ ഉമ്മത്തെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? നിങ്ങളെ അവക്കനുസരിച്ച് പോകരുത്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, നിങ്ങളുടെ തോന്നിച്ചനുസരിച്ച് പോകരുത്. നമ്മുടെ നാട്ടിൽ പണ്ട് ഇങ്ങനല്ലേ, ഇവരിപ്പൊ പറയാൻ തുടങ്ങിയില്ലേ നമുക്ക് അങ്ങനെ പോവാം എന്ന് നിങ്ങൾ തീരുമാനിക്കരുത്. നമ്മളങ്ങനല്ലേ പണ്ട് ശീലിച്ചു വന്നത്, അപ്പൊ അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്നൊന്നും നിങ്ങൾ തീരുമാനിക്കരുത്. മനുഷ്യർക്ക് ഞാൻ പറഞ്ഞുതരാം. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സ്വീകരിക്കാനും അംഗീകരിക്കാനും മനസ്സ് വരുന്നില്ലെങ്കിൽ സംതിങ് റോങ്. എന്റെ ഖൽബിൽ ഈമാന് പകരം മറ്റെന്തോ ഉണ്ട്. അല്ലാഹു കാക്കട്ടെ. കാരണം നമ്മളെ സംബന്ധിച്ച് ഇപ്പൊ ഈ മിമ്പറിന്റെ മുകളിൽ നിൽക്കുന്ന ഞാൻ, ഈ മെഹ്റാബിൽ നിൽക്കുന്ന സലഫി പള്ളിയിലെ ഇമാമിനോട് ഇതാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ തൊപ്പിന് ഒരു വെച്ച് അതിനപ്പുറം നമുക്ക് വേറെ വർത്തമാനമില്ല. പിന്നെ അതിന്റെ അപ്പുറത്ത് നമുക്ക് നമ്മുടെ ഹവയില്ല, നമ്മളെ ചിന്തകളില്ല, അഭിപ്രായങ്ങളില്ല. നമ്മൾ 10-100 വർഷമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന വാദവും നമുക്കില്ല. ഖാല റസൂലുള്ളാഹ് സമിഅനാ വഅതഅനാ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾക്ക് ആശയക്കുഴപ്പം ഉണ്ടെങ്കിൽ ഇതാ കേട്ടോളി, അലൈക്കും ബിസുന്നതി. നിങ്ങൾ ഒന്നും നോക്കണ്ട, സലഫി പള്ളി നോക്കണ്ട, മറ്റേ പള്ളി നോക്കണ്ട, അലൈക്കും ബിസുന്നതി, എന്റെ സുന്നത്ത് നോക്കിക്കോളി. ഞാൻ 23 കൊല്ലം നബിയായ റസൂലുള്ളാഹി ജീവിച്ചിട്ട്, എന്നിട്ട് ആ 23 കൊല്ലത്തിൽ എപ്പോഴെങ്കിലും റബീഉൽ അവ്വൽ മാസം വന്നപ്പോൾ മദീനത്തിൽ നിന്ന് എന്റെ പല എന്തെങ്കിലും പ്രത്യേകിച്ച് ഒരു കാര്യം ഉണ്ടായിട്ടുണ്ടോ എന്ന് നിങ്ങൾ നോക്കിക്കോളി. ഇല്ല. ഉണ്ടെങ്കിൽ സലഫി പള്ളിയിൽ കൊടി പോകൂലേ? നമുക്കെന്താ പായസം വെക്കാൻ അറിയില്ല? നമുക്ക് പായസം കൊടുക്കാൻ മടിയുള്ളതുകൊണ്ടാ? അലൈക്കും ബിസുന്നതി, എന്റെ സുന്നത്ത് നോക്ക്, ഞാൻ ചെയ്തിട്ടുണ്ടോ നോക്ക്. വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീൻ അൽ മഹ്ദിയീൻ. 2 വിശേഷണം ഖലീഫമാർക്ക്, 2 വിശേഷണം. എന്റെ ഖലീഫമാരുടെ സുന്നത്തും നിങ്ങൾ നോക്ക്. എങ്ങനത്തെ ഖലീഫമാർ? അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി റളിയല്ലാഹു അൻഹും അജ്മഈൻ അർ-റാഷിദീൻ, സന്മാർഗികൾ. നബുവത്തിന്റെ നാവണ്ട പറയുന്നത് സന്മാർഗികളായ എന്റെ ഖലീഫമാർ. അൽ-മഹ്ദിയീൻ, ഹിദായത്തിന്റെ വക്താക്കളായ, സ്വർഗമുണ്ടെന്ന് ഉറപ്പ് നൽകപ്പെട്ടവരായ എന്റെ ഖലീഫമാരെ സുന്നത്തും നിങ്ങൾ നോക്കിക്കോ. അവരെന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്തോളി, ഇല്ലേ അടുക്കരുത്. അബൂബക്കർ റളിയല്ലാഹു അൻഹു ചരിത്രം പറഞ്ഞാൽ നാളെ നേരം കൊടുക്കും. എന്ത് ചരിത്രം? അല്ലാഹുവിന്റെ റസൂലുമായിട്ടുള്ള മുഹബ്ബത്തിന്റെ, നമ്മളെ ഇതൊക്കെ മുഹബ്ബത്തായിട്ടാണല്ലോ കണക്ട് ചെയ്യാൻ. കൊടി വെക്കുന്നതിനും തോരണം കിട്ടുന്നതിനും പായസം കൊടുക്കുന്നതിനും ഒക്കെ അബൂബക്കർ സിദ്ദീഖ്. ഒരു ദിവസം ഉമർ റളിയല്ലാഹു അൻഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനോട് എന്തോ തർക്കായി. രണ്ടാൾക്കാർ എപ്പോഴും അഭിപ്രായങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. ഉമറിന്റെ അഭിപ്രായം വേറെ ആയിരിക്കും അബൂബക്കർ സിദ്ദീഖ്. കാരണം ഉമർ റളിയല്ലാഹു അൻഹു കുറച്ചു കടുപ്പക്കാരനാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ലോല മനസ്കരാണ്. അവിടെ അഭിപ്രായം എപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. ഒരു ദിവസം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ദേഷ്യം പിടിച്ചപ്പോൾ ഉമറിനോട് എന്തോ മോശമായിട്ട് പറഞ്ഞു പോയി. ദേഷ്യം പിടിച്ചു. പക്ഷെ പെട്ടെന്ന് തോന്നി, അല്ലാഹു ഞാൻ മോശം പറഞ്ഞല്ലോ ഉമറെ, എനിക്ക് മാപ്പാക്കി തരണം. നമ്മൾ പറഞ്ഞില്ല, മാപ്പാക്കില്ല. ആള് ദേഷ്യക്കാരനാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ, യാ റസൂലല്ലാഹ്, ഞാൻ ഉമറും തമ്മിൽ പ്രശ്നമായി, ഞാൻ മോശമായിട്ട് എന്തോ പറഞ്ഞുപോയി. ഉമറാണെങ്കിൽ എനിക്ക് മാപ്പും തരുന്നില്ല, സങ്കടം പറഞ്ഞു. അപ്പോഴത്തെ ഉമർ റളിയല്ലാഹു അൻഹുവിന് വേറെ ടെൻഷൻ. രണ്ടാളും അത്ര നല്ല ചങ്ങായിമാരാണ്. ഖാലിസായ സ്നേഹം, നമ്മളെ പോലെയല്ല, ഒറ്റുന്ന സ്നേഹമല്ല, കാര്യം കാണാൻ വേണ്ടി മാത്രമുള്ള സ്നേഹമല്ല. ഉമറിന്റെ മനസ്സിലും അബൂബക്കർ സിദ്ദീഖ് എന്നോട് മാപ്പ് ചോദിച്ചിട്ട് ഞാൻ മാപ്പ് കൊടുത്തില്ലല്ലോ, പോയി പോവാ. വീട്ടിലെത്തി. വീട്ടിലെ ആൾക്കാർ പറഞ്ഞു ഇവിടെ ഇല്ല. ഉമർ മനസ്സിൽ പറയാൻ, ഇവിടെ ഇല്ലെങ്കിൽ അബൂബക്കർ റസൂലുള്ളാഹിയുടെ അടുത്തുണ്ടാവും. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് പോയിട്ടുണ്ടാവും. വന്ന് നോക്കുമ്പോൾ രണ്ടാളും പള്ളി തിരിക്കുന്നുണ്ട്. റസൂലുള്ളാഹിയുടെ മുഖം ദേഷ്യം കൊണ്ട് ഇങ്ങനെ ചുമന്ന് തുടുത്തിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു വന്നു, റസൂലുള്ളാഹി മുഖം കൊടുത്തില്ല. ആ സമയത്ത്
അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മഹബ്ബത്തുണ്ട്. മുഅ്മിനീങ്ങൾ തമ്മിലുള്ള നിഷ്കളങ്കമായ സ്നേഹം. അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു, യാ റസൂലല്ലാഹ്, പെട്ടെന്ന് ഉമറിന്റെ തെറ്റുകാരൻ, ഞാനാ തെറ്റുകാരൻ. എന്തിനറിയോ? എന്റെ കാരണത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമറിന് മുഖം കൊടുക്കാതിരിക്കുന്നത് കണ്ടപ്പോൾ സങ്കടമായി. തിരിച്ചു പറയാ, ഉമർ തെറ്റിയില്ല, ഞാനാ തെറ്റിയത്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഹൽ അൻതും താരികൂന സാഹിബി, നിങ്ങൾക്ക് എന്റെ അബൂബക്കറിനെ ഒന്ന് വെറുതെ വിട്ടൂടെ? നിങ്ങൾ എന്തിനാ അബൂബക്കറിനെ വിഷമിപ്പിക്കുന്നത്? നിങ്ങൾ എന്തിനാ അബൂബക്കറിനെ സങ്കടപ്പെടുത്തുന്നത്? അബൂബക്കർ ആരാന്നറിയോ നിങ്ങൾക്ക്? നാട്ടുകാരെ മുഴുവനും എന്നെ എതിർത്ത് തന്നെ ഓടിക്കാൻ ശ്രമിച്ചപ്പോ എന്റെ ഒറ്റ വാക്ക് കൊണ്ട് ഇസ്ലാമിലേക്ക് വന്ന ആളാണ്. ചുമ്മായി പറഞ്ഞു, എല്ലാ ആൾക്കാരും ഞാൻ അങ്ങോട്ട് തീ പറഞ്ഞപ്പോ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചിട്ടുണ്ട്, ഇല്ല അബൂബക്കർ. അബൂബക്കർ മറുത്തൊന്ന് ചിന്തിച്ചിട്ട് പോലുമില്ല. അങ്ങനത്തെ ആളാണ്. ഞാൻ ഫഖീറായിരുന്നു, ദരിദ്രൻ, നേരെ ചൊവ്വേ തിന്നാനും കുടിക്കാനും ഇല്ലാത്ത പ്രവാചകൻ. ഈ അബൂബക്കർ സ്വത്ത് മുഴുവനും എനിക്കും എന്റെ ദീനും തന്ന ആള്. എന്റെ ഈ ചങ്ങാതി നിങ്ങൾക്കൊന്ന് വെറുതെ വിട്ടൂടെ? വിഷമിപ്പിക്കാതെ. മുഹമ്മദ് മുസ്തഫാന്റെ ഖൽബിലുള്ള മുഹബ്ബത്ത് ഈ അബൂബക്കർ സിദ്ദീഖിനോട് റളിയല്ലാഹു അൻഹു. തങ്ങൾ പറഞ്ഞു, എനിക്ക് ആകാശത്തിൽ 2 മന്ത്രിമാരുണ്ട്, ജിബ്രീലും മീകായിലും. ദുനിയാവിനോട് 2 മന്ത്രിമാർ, അബൂബക്കറും ഉമറും. എന്താ ഇവർക്കൊന്നും മുഹബ്ബത്തില്ല? റബീഉൽ മാസത്തിൽ കുടിപോകാത്ത മദീനയിൽ വസുന്നത്തുൽ ഖുലഫാഇർ റാഷിദീൻ അൽ മഹ്ദിയീൻ. നാട്ടുകാരെ, സെൽഫിൽ ഇങ്ങനെ പറഞ്ഞോട്ടെ, മറ്റോ ഇങ്ങനെ പറഞ്ഞോട്ടെ, നിങ്ങൾ എന്നെ നോക്ക്, അലൈക്കും ബിസുന്നതി, നിങ്ങൾ എന്നെ ഇങ്ങനെ സ്നേഹിച്ച എന്റെ ഖലീഫമാരെ നോക്ക്, വസുന്നത്തുൽ ഖുലഫാഇർ റാഷിദീൻ അൽ മഹ്ദിയീൻ. എന്നിട്ട് പറഞ്ഞതറിയോ? തമസ്സകൂ ബിഹാ, നിങ്ങൾ അതിനെ മുറുകെ പിടിച്ചോട്ടെ. അങ്ങോട്ടും ഇങ്ങോട്ടും പായാ നിൽക്കണ്ട. ഒരു ഓഫീസിലേക്ക് നിങ്ങൾ ചോദിച്ചിട്ട് പോകണ്ട, ഒരാളെ ബാക്കിൽ നിങ്ങൾ ഓടണ്ട. തമസ്സകൂ ബിഹാ, എന്റെ സുന്നത്തിനെ മുറുകെ പിടിക്ക്, എന്റെ ഖലീഫമാരെ മുറുകെ പിടിക്ക്. അഖു അലൈഹാ ബിന്നവാജിദ്, കൈകൊണ്ട് പിടിച്ചിട്ട് പിടിവിടുന്നു തോന്നിയാൽ അണപ്പല്ല് കൊണ്ട് കടിച്ചു പിടിച്ചോടെ. അതാണ് ദീൻ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായ മാനദണ്ഡം പറഞ്ഞു. റബീഉൽ അവ്വൽ മാസം വരുമ്പോ കുറെ ആൾക്കാർ ഇങ്ങനെ പറയുന്നു, കുറെ ആൾക്കാർ അങ്ങനെ പറയുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും പോണ്ട, എന്റെ അടുത്തേക്ക് വാ. എന്റെ സുന്നത്തും എന്റെ ഖലീഫമാർ അവരെന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തോളി. അവരെ കാലത്തില്ലേ, പിന്നെ നിങ്ങൾ ചെയ്യാൻ നിൽക്കരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കടുത്തതാക്കി. എന്റെ പ്രിയപ്പെട്ടവരെ, ആ നിലപാട് സ്വീകരിക്കുന്നതിന്റെ പേരാണ് ദീൻ. ഇവിടെ നമുക്കുള്ള പ്രശ്നം എന്താ അറിയുമോ? 2-3 കാര്യങ്ങളാണ്. ഇതൊക്കെ വളരെ കൃത്യമായിട്ട് ബോധ്യപ്പെട്ടാലും ശൈത്താൻ വന്നിട്ട് പറയും, എന്നാലും പണ്ട് ഉള്ളൊരു സംഗതിയല്ലേ, പെട്ടെന്ന് നമ്മൾ എന്തിനാ വെറുതെ കുറച്ചായിട്ടൊന്ന് മാറ്റാം. وَإِذَا قِيلَ لَهُمُ اتَّبِعُوا مَا أَنزَلَ اللَّهُ قَالُوا بَلْ نَتَّبِعُ مَا أَلْفَيْنَا عَلَيْهِ آبَاءَنَا. ജൂതന്മാരെ പറ്റി അള്ളാഹു പറഞ്ഞ വാക്കാണിത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ജൂതന്മാർക്ക് ഖുർആൻ ഓതി കൊടുത്തപ്പോൾ ജൂതന്മാര് പറഞ്ഞ വാക്ക് അള്ളാഹു എടുത്തു പറയാ. അഥവാ നബിയെ, നിങ്ങളുടെ ഉമ്മത്തിലും ആ സ്വഭാവമുള്ള ചില ആൾക്കാരുണ്ട്. അള്ളാഹു നമ്മൾ ആ കൂട്ടത്തിൽ പെടുത്താണ്ടിരിക്കട്ടെ. അവരോട് പറയപ്പെട്ടാൽ അള്ളാഹു ഇറക്കിയതിനെ നിങ്ങൾ ഇത്തിബാഅ് ചെയ്യുക, ഫോളോ ചെയ്യുക. സെൽഫി പണ്ഡിനെ ഫോളോ ചെയ്യാനല്ല ഈ പറയുന്നത്, ചെയ്യണ്ട. സെൽഫി പണ്ഡിനെ ഖതീബിനെ ഫോളോ ചെയ്യണ്ട. അള്ളാഹു ഇറക്കിയത് ഏതാ? അള്ളാഹു ഇറക്കിയത് അങ്ങനെ ഇത്തിബാഅ് ചെയ്യും എന്ന് പറഞ്ഞാൽ അവര് പറയാൻ തുടങ്ങും, പക്ഷെ നമ്മൾ പിൻപറ്റുന്നത് നമ്മുടെ പിതാക്കന്മാരെ നമ്മൾ ഏതിലാണോ കണ്ടത് അതിനെയായിരിക്കും. മടക്കേരിയിലുണ്ടാവും ഈ സ്വഭാവമുള്ള മനുഷ്യന്മാര്. ഖുർആൻ ഇതാണ്, ഹദീസ് ഇതാണ്, മനസ്സിലായി? സംഭവിക്കുക 100% ശരിയാണ്. എന്നാലും നമ്മളെ കാണുന്നവരുമാര്, പഴയപ്പുമാരും ഉമാരൊക്കെ ഇങ്ങനല്ലേ? നീ യഹൂദിയാണ്. ആ ചിന്തിച്ച നീ യഹൂദിയാണ്, ജൂത സ്വഭാവക്കാരനാണ്. അല്ലാഹു കാക്കട്ടെ. ഞാൻ പറഞ്ഞ ഖുർആൻ ആയത്താണ്, ഞാൻ പറഞ്ഞ പരിശുദ്ധ സൂറത്തുൽ ബഖറ
170 ആയത്ത് നോക്കിക്കോളെ. അള്ളാഹു തിരിച്ചു ചോദിച്ചു ആ മനുഷ്യരോട്, എന്ത് വിവരം കെട്ട തീരുമാനമാണ് നിങ്ങൾ എടുക്കുന്നത്? അവരുടെ പിതാക്കന്മാരാണെങ്കിലോ തീരെപ്പറ്റി ഒന്നും മനസ്സിലാവാത്ത മഠയന്മാരാണെങ്കിലോ, ഉപ്പാപ്പക്ക് തീ തിരിഞ്ഞിട്ടുണ്ടാവില്ല. നിന്റെ കാരണോട് ചിലപ്പോ തീ മനസ്സിലായിട്ടുണ്ടാവില്ല. അങ്ങനെ മനസ്സിലാവാത്ത ഉണ്ടായിരിക്കും, അങ്ങനെ ചെയ്തിട്ടുണ്ടാവുക. എന്നാലും നീ ഫോളോ ചെയ്യോ? അള്ളാഹു ചോദിക്കുക, അതല്ല നാം അവർക്ക് സന്മാർഗം നൽകിയിട്ടുണ്ടാവില്ല. അവര് വഴിപിഴച്ച് ജീവിച്ചവരായിരിക്കും. ആ പിഴച്ച ജീവിതത്തിലാണോ നിങ്ങൾ ഫോളോ ചെയ്യുന്നത്? എന്തേ മനുഷ്യരെ നിങ്ങൾക്കൊന്ന് ചിന്തിച്ചുകൂടെ? അതാണ് ചോദ്യം. നമ്മൾ എന്താ അള്ളാഹ്ക്ക് മറുപടി കൊടുക്കുക? അവിടെ ഒരു പ്രശ്നം ഇതാ, പിതാമഹന്മാരെ നോക്കുക. രണ്ടാമത്തെ എന്താ അറിയോ? അള്ളാഹു പറഞ്ഞു പരിശുദ്ധ ഖുർആനിൽ ചില ആൾക്കാർ വേറെ ഉണ്ട്. അവര് ഉസ്താദുമാരെയും നേതാക്കന്മാരെയും ഫോളോ ചെയ്യും ഇങ്ങനത്തെ വിഷയത്തിന്. നബിയുടെ മാസത്തിൽ ഒന്നും ഇല്ലാതെ മനസ്സിലായി. ഖുർആനിലുള്ള ഹദീസിലുള്ള സഹാബത്തിന്റെ ബംഗാളികൾക്ക് ആർക്കുമില്ല. എന്നാലും പറയും, എന്നാലും നമ്മളെ പള്ളിയിലെ 50 കൊല്ലമായിട്ടുള്ള ഖത്തീബാണ്, നമുക്കെല്ലാം അറിയുന്ന പഴയ ഉസ്താദാണ്, അവരൊക്കെ നടത്തിയിട്ടുണ്ട്. എല്ലാ കൊല്ലവും ഉണ്ടാവലുണ്ട് കൊടിവെക്കലും പായസം വെക്കലും ഒക്കെ. പക്ഷെ ഖുർആൻ പറഞ്ഞു, നിങ്ങൾ ഇവിടെ ഇത് പറയുള്ളൂ, എന്റെ കോടതിയിൽ വരുമ്പോ നേരെ ഉൾട്ടയോ. എന്റെ ദർബാറിൽ വന്നിട്ട് ഞാൻ ചോദ്യം ചെയ്യുമ്പോ നിങ്ങൾ നേരെ ഉൾട്ടയോ. പിന്നെ നിങ്ങൾക്ക് ഷെയ്ഖും ഉണ്ടാവൂല, നേതാവും ഉണ്ടാവൂല, ഉസ്താദും ഉണ്ടാവൂല. അല്ലാഹു പറഞ്ഞ വാക്കെന്താ അറിയോ? സൂറത്തുൽ അഹ്സാബ് 63-ാമത്തെ ആയത്ത്, യൗമ തുഖല്ലബു വുജൂഹുഹും ഫിന്നാർ, അവരുടെ മുഖം ഞാൻ നരകത്തിലേക്ക് കുത്തിയെറിയുന്ന ദിവസം. എന്തുകൊണ്ടറിയോ? ദുനിയാവിൽ അവർ എന്നെ പരിഗണിച്ചില്ല, എന്റെ റസൂലിന്റെ സുന്നത്തിനെ പരിഗണിച്ചില്ല. നോക്കിയതാരെയാ? നാട്ടുകാരൻ, നേതാക്കന്മാര്, അവരുടെ ശൈഖന്മാര്. ഞാൻ എന്റെ മുഖം പറഞ്ഞല്ല. ഇബ്നു കസീർ റഹ്മഹുല്ലാഹു തആല ആയത്തിന്റെ തഫ്സീർ പറഞ്ഞെന്താ അറിയോ? കേട്ടോ, അവര് പറയും അല്ലാഹുവോട്, ഇത്തബഅന അസ്സാദ, നമ്മൾ നമ്മുടെ നേതാക്കന്മാരെ ഫോളോ ചെയ്തു. വഹുമുൽ ഉമറ, ആരാണ്? ഉമറാക്കൾ, നാട്ടിലെ പൈസക്കാരായ ആൾ, പള്ളി കമ്മിറ്റിക്കാർ. വൽ കുബറാഉ മിനൽ മശ്യഖ, അതേപോലെ നമ്മുടെ വലിയ വലിയ ശൈഖന്മാര്, നമ്മുടെ വലിയ വലിയ ഉസ്താദന്മാര്. ഞാൻ പറഞ്ഞല്ല, ഇബ്നു കസീർ റഹ്മഹുല്ലാഹു പറഞ്ഞതാണ്. അവരെയാണ് ഇവര് നോക്കിയത്. യൗമ തുഖല്ലബു വുജൂഹുഹും ഫിന്നാർ, അതിന്റെ പേരിൽ അവരെ ഞാൻ നരകത്തിലിട്ട് കത്തിക്കും. അന്നേരം ഇവര് പറയും, യഖൂലൂന, അവര് പറയും, യാ ലൈതനാ, ഓഹോ നമുക്കെന്തൊരു നാശമാണിത്. അതഅന അല്ലാഹ വ അതഅന റസൂല, ഇവരെയൊക്കെ ഫോളോ ചെയ്യുന്നതിന് പകരം അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ റസൂലിനെയും അനുസരിച്ചെങ്കിൽ മതിയായിരുന്നു എന്ന് എൻ്റെ അടുത്ത് വന്നിട്ട് പറയും. അതാണ് നിങ്ങൾ ഈ മിമ്പർ മടിക്കേരിയിലെ സലഫി പള്ളിന്റെ മിമ്പറിന് പറയാറുള്ളത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ഖുർആനാണ് റബീഉൽ മാസവുമായി ബന്ധപ്പെട്ട്. അഥവാ മടിക്കേരിയിൽ റബീഉൽ മാസത്തിൽ എന്തെങ്കിലും ബിദ്അത്ത് നടന്നാൽ അത് പണ്ടേ ഉള്ളതല്ല എന്ന വാദത്തിലാണെങ്കിൽ, പിതാമഹന്മാരെയും കാരണവന്മാരെയും നോക്കിയിട്ടാണെങ്കിൽ, ദീൻ മറച്ചു വെച്ച് ആളുകളെ പറ്റിക്കുന്ന ഖതീബന്മാരുടെയും ഇമാമുമാരുടെയും ജൽപ്പനകൾ കേട്ട് അതിനടിമപ്പെട്ടിട്ടാണെങ്കിൽ, ഉടമസ്ഥന്റെ കോടതിയിൽ പറയുന്ന ഒരു വാക്ക് അല്ലാഹു പറഞ്ഞതാ, യാ ലൈതനാ, ഓ നമ്മുടെ നാശം, അതഅന അല്ലാഹ വ അതഅന റസൂല, ഇവരൊക്കെ കേൾക്കുന്നതിന് പകരം അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ റസൂലിനെയും അനുസരിച്ചെങ്കിൽ എത്ര നന്നായി എന്ന് എന്റെ ദർബാറിൽ നിങ്ങൾ പറയും. അങ്ങനെ പറയേണ്ടി വരരുത് എന്ന് ശ്രദ്ധിച്ചോളണം. അള്ളാഹു പറഞ്ഞതാണ്. ഇനിയിപ്പോ എങ്ങനെയാ പറയണത് എനിക്കറിയില്ല. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, വഖാലൂ റബ്ബനാ അതഅനാ സാദതനാ വകുബറാഅനാ ഫഅദല്ലൂന السبീല. എത്ര കൃത്യമാണ് അള്ളാഹുവിന്റെ ഖുർആൻ. അതുകൊണ്ടല്ല അള്ളാഹു ചോദിച്ച ഫലാ യതദബ്ബറൂനൽ ഖുർആൻ, നിങ്ങൾക്ക് എന്റെ കലാം, എന്റെ കിതാബ് ഒന്ന് വായിച്ചൂടെ? ഒന്ന് ചിന്തിച്ചൂടെ? ഒന്ന് പഠിച്ചൂടെ? ഏത് വഴിക്ക ഇതൊക്കെ ചെയ്തിട്ട് എങ്ങോട്ടാ നിങ്ങൾ പോകുന്നത്? എന്റെ അടുത്തേക്കല്ലേ വരണ്ടത്? നിങ്ങൾ ദീനിന്റെ പേരല്ലേ ചെയ്യുന്നത്? അവന് പറയും, റബ്ബനാ, നമ്മുടെ റബ്ബേ, അതഅന സാദതന
നമ്മൾ എന്ത് ചെയ്യാനാണ്? നമ്മുടെ നേതാക്കന്മാരെയും നമ്മുടെ ഉസ്താദുമാരെയും നമ്മുടെ മശായിഖന്മാരെയും നമ്മൾ അനുസരിച്ചു പോയി. അവരങ്ങനെയൊക്കെ പറഞ്ഞു, നമ്മളത് കേട്ടു. അവര് നമ്മളെ വഴിപിഴപ്പിച്ചു. അപ്പൊ കത്തി, അന്നേരം ലൈറ്റ് കത്തുന്നത്. എന്നേരം ഇതൊന്നും ഉപകാരപ്പെടൂല. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി തആല പറഞ്ഞു, ഖാലഫ്ന റുസുല. ഇവരെയൊക്കെ വർത്താനം കേട്ടിട്ട്, ഇമാമികളെയും ഖതീബുമാരെയും നേതാക്കന്മാരെയൊക്കെ വർത്താനം കേട്ടിട്ട് വേറെ ചില പള്ളി കമ്മിറ്റിക്കാർ എങ്ങനെ ഉണ്ടാവും? അല്ലാടാ കഴിഞ്ഞ കൊല്ലം വരെ റബീഉൽ അവ്വലിൽ പായസം കൊടുക്കാൻ നീ ഉണ്ടായില്ലല്ലോ, ഇന്ന് എനിക്കിപ്പോ പുതിയ വഹി വന്നില്ല, ഈ വർഷം നീ ഇപ്പൊ എന്താ പുതിയൊരു രീതി? കമ്മിറ്റിക്കാരെ ചോദിക്കും. നീ അങ്ങനെ അധികം മാറിയിട്ടുണ്ടോ, മരിച്ചതിന്റെ മയ്യത്തുള്ള മാർക്കറ്റിൽ കിടക്കും, അങ്ങനെ പറയും കമ്മിറ്റിക്കാർ. ചിലവ് പറയും, എന്റെ മോള് 18 തികഞ്ഞ് നിൽക്കാൻ പോലെ പുതിയാപ്പിളെ വരട്ടെ, ആൾക്കാർ അന്വേഷിച്ച് വരട്ടെ, അപ്പൊ കാണിച്ചു തരാം. ഇവര് പറയും, അല്ലാഹുവേ ഖാലഫ്ന റുസുൽ. ഈ ഉസ്താദുമാരെയും പണക്കാരുടെയും നേതാക്കന്മാരുടെയും വാക്ക് കേട്ടിട്ട് പ്രവാചകനോട് നമ്മൾ എതിരെ കാണിച്ചു പോയി. ഇനി രക്ഷയില്ല. ഇനി ഒന്ന് തിരിച്ചു വന്നിട്ട് ആ പ്രവാചകനെ അനുസരിക്കാൻ അത് കഴിഞ്ഞു, ചാൻസ് കഴിഞ്ഞുപോയി. നമ്മൾ വിശ്വസിച്ചു പോയി, റബ്ബേ ഇവര് പറയുന്നതിൽ എന്തോ കാര്യമുണ്ട് എന്ന് നമ്മൾ വിചാരിച്ചു പോയി. അത് ഈ ഖത്തീബന്മാരൊക്കെ, കാരണം അവരെ പേര് നീളത്തിലുണ്ട്, വലിയ നിലയിട്ടുണ്ട്, വലിയ കന്തൂരുണ്ട്. അവര് പറയുമ്പോൾ നമ്മൾ വിചാരിച്ചു പോവല്ലോ, നമ്മളങ്ങനെ വിചാരിച്ചു പോയി. റബ്ബേ അവര് പറയുന്നതിൽ എന്തോ ഉണ്ട്, പക്ഷേ എന്തോ ഒരു കാര്യം ഉണ്ടായത് കൊണ്ടല്ല അവരങ്ങനെ പറയുന്നത് എന്ന് നമ്മൾ വിചാരിച്ചു. പക്ഷെ ഇപ്പൊ നമുക്ക് മനസ്സിലായി, റബ്ബേ അവരുടെ കൈമിൽ ഒന്നുമില്ല, വെറുതെ പറ്റിച്ചതാണ്. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി സൂറത്തുൽ അഹ്സാബിന്റെ ആയത്തിന്റെ തഫ്സീർ എഴുതിയതാണ്. ഒന്നുമില്ല റബ്ബേ. അവര് നമ്മളെ ചതിച്ചു. മിമ്പറിലെ പ്രസംഗം കേട്ട് നമ്മൾ അനുസരിച്ചു, പാതിരാ പ്രസംഗം കേട്ട് നമ്മൾ അനുസരിച്ചു. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരില് നസാറാക്കളെ പോലെ നമ്മൾ കേക്ക് മുറിച്ചു. ക്രിസ്തുമസ് ആഘോഷിക്കുന്ന റബീഉൽ അവ്വൽ മാസം ആഘോഷിച്ചു. എതിർത്ത സലഫികളോടുള്ള വാശി തീർക്കാൻ കഴിഞ്ഞ വർഷത്തെക്കാളും അധികം നമ്മൾ ചെലവാക്കി. റബ്ബനാ ആതിഹിം ദുഅഫൈൻ മിനൽ അദാബ്. അതുകൊണ്ട് നമ്മളെ ഈ പറഞ്ഞ് പറ്റുന്ന ടീമുണ്ടല്ലോ, 2 ശിക്ഷ നീ കൊടുക്കണം. ദുഅഫൈൻ മിനൽ അദാബ്, 2 ഇരട്ടി. ഒന്ന് നമ്മളെ പറ്റിച്ചതിന്റെയും ഇന്നിപ്പോ നമ്മളിവിടെ അനുഭവിക്കുന്ന ശിക്ഷയുടെയും പകരം. വലഅനഹും ലഅനൻ കബീറ. നീ അവരെ ശപിച്ച് തള്ളണം റബ്ബേ, കാരണം അവർ നമ്മളെ തീരുന്ന് തെറ്റിച്ചു, പ്രവാചകന്റെ ശരിയിൽ തെറ്റിച്ചു. ഖുർആനാണ്, സൂറത്തുൽ അഹ്സാബ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കിത് പറഞ്ഞു തരുന്നത് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്, ദീനിലേക്ക് മടങ്ങാൻ വേണ്ടിയിട്ടാണ്. ദീൻ മുറുകെ പിടിക്കണം. മാലിക് റഹ്മത്തുള്ളാഹി തആല പറഞ്ഞു, മൻ ഇബ്തദഅ ഫിൽ ഇസ്ലാം ബിദ്അതൻ യറാഹാ ഹസന. ഈ ദീനിൽ ആരെങ്കിലും ഒരാൾ നല്ലതല്ലേ എന്നും പറഞ്ഞൊരു വിദഅത്ത് ഉണ്ടാക്കിയാൽ, റബീഉൽ മാസം വന്നപ്പോൾ ജന്മദിനാഘോഷ പരിപാടി, നല്ല പരിപാടിയല്ലേ, അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിലല്ലേ എന്നും പറഞ്ഞിട്ട് നടത്തിയാൽ, ഫഖദ് സഅമ അന്ന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാന റിസാല. ഒറ്റ പാവം എന്താണെന്നറിയോ? അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു ഏൽപ്പിച്ച റിസാലത്തിൽ ചതി കാണിച്ചു എന്ന് പറഞ്ഞോനെ പോലെയാണ്. കാരണം ഇത്രയും വലിയൊരു പുണ്യമുള്ള സംഗതിയായിട്ട് 23 കൊല്ലം ജീവിച്ചിട്ടും ഒരു വാക്ക് പറഞ്ഞില്ലല്ലോ. വലിയ കൂലി കിട്ടുന്ന ഒരു മുട്ട കൊടുത്താൽ ഇത്ര, ഒരു ആട്ട നടത്താൻ ഇത്ര, ഒരു പായസം കൊടുത്താൽ ഇത്ര, എന്തെല്ലാം കൂലിയാ മൂലമാര് പ്രസംഗിക്കുന്നത്. ഇത്രയെല്ലാം കൂലിയുള്ള ഒരു നന്മയായിട്ട് എന്ത് റസൂൽ പറഞ്ഞിരുന്നില്ല എന്ന് പറഞ്ഞാൽ അല്ലാഹു റസൂൽ വിട്ടുപോയി. അല്ലെങ്കിൽ അല്ലാഹു റസൂൽ ഒളിപ്പിച്ചു വെച്ചു. അല്ലെങ്കിൽ എന്റെ ജന്മദിനം ആഘോഷിക്കാറല്ലേ, കുറച്ച് വെയിറ്റ് അല്ലേ, തൽക്കാലം പറയണ്ട. നമ്മൾ പറയാ فقد زعم أن محمد صلى الله عليه وسلم خان الرسالة. അല്ലാഹുവിന്റെ റസൂലിന്റെ റിസാലത്തിൽ അല്ലാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്തത്തിൽ ആ പ്രവാചകൻ ചതി കാണിച്ചു എന്ന് പറഞ്ഞവരെ പോലെയാണ് എന്ന് പറഞ്ഞവൻ ഇസ്ലാം എന്ന് പുറത്താൻ, എന്നാൽ ഓനെ പോലെയാണ് ഇത് ചെയ്തവൻ. മാത്രമല്ല അദ്ദേഹം പറഞ്ഞു, لا يصلح آخر هذه الأمة. മടക്കേരിക്കാരെ ശ്രദ്ധിച്ചോളി, ഈ ഉമ്മത്തിന്റെ പിൻഗാമികൾ നന്നാവുകയില്ല. ഇല്ല ബിമാ സലുഹ ബിഹി അവ്വലുഹ. ഇതിന്റെ മുൻഗാമികൾ ഏത് ദീൻ കൊണ്ടാണോ നന്നായത് ആ ദീൻ കൊണ്ടല്ലാതെ.
അവിടെ റബീഉൽ മാസം വരുമ്പോൾ ഈ തിളക്കം അത് മുൻഗാമികൾക്കുണ്ടെങ്കിൽ അത് നമുക്ക് വേണം നന്നാവാൻ. ഇല്ലേ അത് നമുക്ക് ഉണ്ടായിക്കൂടാ, ഉണ്ടെങ്കിൽ നമ്മൾ കഴിച്ചു പോകും. മാത്രമല്ല അദ്ദേഹം പറഞ്ഞു അന്ന് റസൂലുള്ളാഹിന്റെ കാലത്തും സഹാബാക്കളുടെ കാലത്തും മുൻഗാമികളുടെ കാലത്തും ഒരു കാര്യം ദീനല്ലായിരുന്നെങ്കിൽ ലം യകുനിൽ യൗമ ദീന, അത് ഇന്ന് ദീനാവൂല. കാരണം ദീനാക്കേണ്ടത് അല്ലാഹുവാണ്, അല്ലാഹുവിന്റെ റസൂലാണ്. അന്നാക്കിയിട്ടില്ലെങ്കിൽ ഇന്നത് ആക്കാൻ ആർക്കും അവകാശമില്ല. അല്ലാഹു മനസ്സിലാക്കി അമൽ ചെയ്യാനുള്ള തൗഫീഖ് നസീബാക്കട്ടെ. الحمد لله رب العالمين والصلاة والسلام على نبينا محمد وآله وصحبه أجمعين. أما بعد فيا أيها الناس أوصيكم وإياي ثانيا بتقوى الله. അള്ളാഹുവിന്റെ സത്യവിശ്വാസികളായ അടിമകളെ, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിന്റെ പരമാവധി അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഒരിക്കൽ കൂടി ഉപദേശിക്കുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. വളരെ ഗൗരവത്തോടെ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം, ഇതേപോലെ റബീഉൽ അവ്വൽ മാസം ജന്മദിന പരിപാടി, ആഘോഷ പരിപാടി, അതൊക്കെയായി ബന്ധപ്പെട്ട് നമ്മൾ ത്വലാലത്തിനാവുന്ന മറ്റൊരു കാര്യം, ഒന്ന് നമ്മൾ പിതാമഹന്മാരെ നോക്കും, രണ്ടാമത്തൊരു കാര്യം നമ്മുടെ സ്റ്റാറ്റസ് നോക്കും. മടക്കേരിൽ വലിയ പേരും പെരുമയും ഒക്കെയുള്ള തറവാടിയായിരിക്കും, ചിലപ്പോൾ പള്ളിന്റെ പ്രസിഡന്റും പള്ളിന്റെ സെക്രട്ടറി എല്ലാം ആയിരിക്കും. ഇപ്പൊ പുതിയ കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കി വന്ന് മാറി നിൽക്കുമ്പം ആളുകള് നമ്മളെ ഒരുതരം മോശമായിട്ട് കാണും. അവിടെ എന്ത് ചെയ്യുമെന്നറിയോ? കേൾക്കാൻ തയ്യാറാവില്ല. കാരണം കേട്ടാൽ എന്താവും? മറണ്ടി വരും, ഇല്ലെങ്കിൽ മനസ്സിൽ ചോദിക്കാൻ നമുക്ക് ചെക്കാവും, വിശ്വാസമാവും. അവിടെ തൽക്കാലം കുത്തുവക്ക് പോകണ്ടെന്ന് തീരുമാനിക്കും. അല്ലെങ്കിൽ അവരെ ഈ വാട്സപ്പിൽ വരുന്ന ക്ലാസ്സിൽ ഉണ്ടാവുമല്ലോ, കേൾക്കണ്ടെന്ന് തീരുമാനിക്കും. അള്ളാഹു ആ കൂട്ടക്കാരെ ആക്ഷേപിച്ചു. അള്ളാഹു പറഞ്ഞ വാക്കെന്താ അറിയോ? സൂറത്തുൽ ലുഖ്മാൻ 6-7 ആയത്തിലാണ്. വഇദാ തുത്ല അലൈഹി ആയാതുനാ, അവന്റെ മേൽ നമ്മളുടെ ആയത്ത് ഓതപ്പെട്ടാൽ, മീൻസ് ഖുർആൻ ഓതിട്ട് കാര്യം പറഞ്ഞു കൊടുത്താൽ, അല്ലെങ്കിൽ ഹദീസ് പറഞ്ഞിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്താൽ, വല്ല മുസ്തക്ബിറൻ, അവന്റെ അഹങ്കാരിയായി തിരിഞ്ഞു നടക്കും. കേൾക്കാതിരിക്കുന്നതിന് അമ്മ പറഞ്ഞത് ധിക്കാരി എന്നാണ്. നിങ്ങൾ പറയുന്നത് ശരിയല്ലായിരിക്കും, അങ്ങനെ ചില മനുഷ്യന്മാരുണ്ടാവും, നമ്മളെ കൂട്ടത്തിലുണ്ടാവും. റെഡിയല്ലേ, നീ കേട്ടോ, നീ ചെയ്തോ, എനിക്ക് കേൾക്കാനും വേണ്ട. മുസ്തക്ബിറൻ, ഒരഹങ്കാരിയ. കഅല്ലം യസ്മഅഹ, കേൾക്കാത്ത പോലെ അങ്ങ് പോകും. കഅന്ന ഫീ ഉദുനൈഹി വഖറ, ചെവിയിൽ ഈയ മുരുക്കി ഇട്ടിച്ചിട്ട് ബന്ധാക്കിയ പോലെ. അത് കേൾക്കാൻ തോന്നില്ല, കേൾക്കാൻ മെനക്കെടില്ല, മനഃപൂർവ്വം അത് ഒഴിവാക്കും. അത് പറഞ്ഞ വാക്കെന്താ അറിയോ? നല്ല വേദനയുള്ള ശിക്ഷ കൊണ്ട് നബിയെ അവർക്ക് നിങ്ങൾ സന്തോഷ വാർത്ത അറിയിച്ചോളെ. അതൊരു കളിയാക്കലാണ് അള്ളാന്റെ ഭാഗത്ത്. അള്ളാഹു കളിയാക്കുന്നവരല്ല, പക്ഷെ ഇത് താരീഫാണ്. അള്ളാഹു പരിഹസിക്കാന്ന് പറഞ്ഞാൽ ശിക്ഷയാണ്. നബിയെ അവന് സന്തോഷ വാർത്ത അറിയിച്ചോളെ, നല്ല വേദനയുള്ള ശിക്ഷ അവനെ കാത്തിരിക്കുന്നുണ്ട്. എന്താ കാരണം? എന്റെ ആയത്താ ഒന്ന് പറഞ്ഞു കൊടുത്ത്. തങ്ങളുടെ എഴുതി തന്ന പേപ്പറല്ല ഈ വായിച്ച്, അള്ളാന്റെ ഖുർആന്റെ ആയത്താണ്, എന്റെ ഹബീബിന്റെ ഹദീസാണ്. അപ്പോൾ ചെവിയിലൊന്നും ഒട്ടിച്ച പോലെ തിരിഞ്ഞു നടക്കുക. ആ കിബറൻ, ആ അഹങ്കാരി, മുസ്തക്ബിറൻ, അവിടെ ഞാൻ വെറുതെ വിടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്ര ശക്തമായ താക്കീത് നൽകിയിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, ആവശ്യമില്ലാത്ത പണിക്ക് നിൽക്കരുത്. നമ്മൾ നമ്മുടെ നിലയും വിലയും ഒക്കെ നോക്കിയിട്ടായിരിക്കും മാറുന്നുണ്ടാവും. ഇവിടെ രണ്ട് കാര്യം അറിയണം. അതിലൊന്ന്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കാളും വലിയ ആളൊന്നാവില്ലല്ലോ. തറവാടും കുടുംബവും മഹിമയും പേരും പെരുമയൊന്നും മുഹമ്മദ് മുസ്തഫാനേക്കാളും വലുത് വരുമോ മടിക്കേരിയിൽ ആർക്കെങ്കിലും? കല്ല കല്ല, മരിക്കുന്നവരുണ്ടാവില്ല. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ ഇലാഹ ഇല്ലല്ലാഹുവിനൊപ്പം അല്ലാഹു ചേർത്ത് വെച്ച പേരാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ദീനിനു വേണ്ടി ആ പ്രിയപ്പെട്ട പ്രവാചകൻ എന്തൊക്കെ ആക്ഷേപം കേട്ടുന്നറിയോ? അതിനത് കേൾക്കാൻ സമയമില്ലല്ലോ. നമുക്ക് പാട്ട് പാടിയിട്ട് തീരണ്ടേ? പാതിരാ പ്രസംഗത്തിന് അതും ഇതും പറഞ്ഞിട്ട് സമയങ്ങളെയല്ലേ? എന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തൊന്ന് പോകണം, മദീനയിലൊന്ന് പോകണം.
എന്നിട്ട് ആ മദീനയിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ച സ്ഥലങ്ങളുടെ താരീഖ് കണ്ണുകൊണ്ട് കണ്ടിട്ടൊന്ന് അറിയണം. അപ്പൊ മനസ്സിലാവും എന്റെ നബി ആരാണ്, എന്റെ നബി എന്താണ്, എന്തിനാ അങ്ങനെയൊക്കെ സഹിച്ചത്, എന്ത് കാര്യം ഉണ്ടായിട്ടാ, എന്ത് കാര്യം. മദീനത്തെ രാജാവാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, രാജാവ്. പക്ഷെ ഈ ആക്ഷേപം മൊത്തം സഹിച്ചത് ദീനിന് വേണ്ടിയാണ്, ദീനിന് വേണ്ടി. നമ്മളെ ആരെങ്കിലും ഒന്ന് മോശം പറയുമ്പോഴേക്ക് നമ്മളൊന്നും മണത്തിലേക്ക്, നമ്മൾക്ക് നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും പേര് തോന്നിയാൽ റസൂലുള്ളാഹിന്റെ മക്കൾക്ക് സംഭവിച്ചത് നമുക്കൊരു വിഷയമല്ല. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാർക്കിച്ചു തുപ്പിയതും ആക്ഷേപിച്ചതും ഭ്രാന്താന്ന് വിളിച്ചതും മരണക്കാരെന്ന് വിളിച്ച് കളിയാക്കിയതും കൊച്ചാക്കിയതും നമുക്കൊരു വിഷയമില്ല. നമ്മളെ ആരെങ്കിലും ഒന്ന് പറഞ്ഞാൽ, കുടുംബത്തിൽ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ നമുക്കതൊരു മഹാസംഭവം. നീ ആര്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ പ്രിയപ്പെട്ട മനുഷ്യ, നീ ആര്? ഒന്നുമല്ല. അള്ളാന്റെ ഹബീബ് എല്ലാം സഹിച്ചിട്ടുണ്ടെങ്കിൽ അത് സഹിക്കാൻ ഞാനും നിങ്ങളും ബാധ്യസ്ഥരാണ്. സഹിച്ചേ പറ്റൂ, എങ്കിലേ മുഅ്മിനാവൂ. മൻ കുന്ന ഫീഹി വജദ ഹലാവതൽ ഈമാൻ. മൂന്ന് കാര്യം അത് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവൻ ഈമാന്റെ മധുരം കിട്ടും. ഇതൊന്നെന്താ അറിയോ? അയ്യകൂന അല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. അല്ലാഹുവും അല്ലാഹുവിന്റെ റസൂലും അത് രണ്ടും അല്ലാത്ത മറ്റെന്തിനേക്കാളും അവന് ഏറ്റവും ഇഷ്ടപ്പെട്ടതായിരിക്കണം. അപ്പൊ ദീനിന് വേണ്ടി ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ റസൂലിനെയും വേണ്ടിയിട്ട് ആക്ഷേപിച്ചു എന്ന് പറയും. നഷ്ടപ്പെട്ടാൽ സഹിക്കാൻ തയ്യാർ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അല്ലാഹു പറഞ്ഞ പരിശുദ്ധ ഖുർആനിൽ, അഥവാ നിങ്ങൾ തയ്യാറാവുന്നില്ലെങ്കിൽ, നിങ്ങൾ ഈ പേരും പെരുമയും നാട്ടിലുള്ള സ്ഥാനവും ഇതെല്ലാം നോക്കിയിട്ട് നിൽക്കുകയാണെങ്കിൽ ഞാൻ എന്താ ചെയ്യാൻ പോലും അറിയോ? തൽക്കാലം നിങ്ങളങ്ങ് വേണ്ട. ഞാൻ തൽക്കാലം നിങ്ങളെ എന്റെ അടിയാളുകളുടെ കൂട്ടത്തിൽ വേണ്ടാന്ന് വെക്കും. സെലക്ഷൻ കിട്ടിയ ആളുകളുടെ കൂട്ടത്തിൽ നിന്നെ വേണ്ടാന്ന് അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഈമാൻ ഞാൻ ഊരിക്കളയും. ഞാൻ തന്നതിനെ ഞാനങ്ങ് തിരിച്ചെടുക്കും. ആരും എന്നോട് ചോദിക്കൂല, എന്നെ ആരും ശിക്ഷിക്കൊന്നുമില്ല. എന്റെ മുമ്പിൽ വന്നിട്ട് ആരെങ്കിലും കൊടി കുത്തിയിട്ട് സമരം നടത്തിയിട്ട് കാര്യമില്ല. ഒരാളും എന്നെ ചോദ്യം ചെയ്യൂല. ഞാൻ എന്റെ അധികാരികളുടെ കാര്യത്തിൽ എന്റെ തീരുമാനം നടപ്പിലാക്കും. എന്നോട് ചോദിക്കാതെ പറയാതെ ഞാൻ നിനക്ക് തന്ന ഹിദായത്ത് എന്ന മഹാസൗഭാഗ്യത്തെ ഞാൻ തിരിച്ചെടുത്ത് നിന്നെ തൊലാലത്തിലാക്കും. ഒന്നുകിൽ നിഫാഖിൽ, അല്ലെങ്കിൽ ശിർക്കിൽ, അതുമല്ലെങ്കിൽ കുഫറിൽ പട്ടികളെ പോലെ ദുനിയാവിൽ ജീവിച്ച് നായിട്ടിറക്കി അവസാനം ശവങ്ങളെ പോലെ മരിക്കേണ്ടി വരും. ഈ ദുനിയാവിൽ നിന്നനാക്കി കളയും ഞാൻ. എന്നിട്ടോ മറ്റൊരു ടീമിനെ ഞാൻ കൊണ്ടുവരും. എന്നെ തൽക്കാലം ഡിസ്മിസ് ആക്കിയിട്ട് പുതിയ ടീമിനെ ഞാൻ കൊണ്ടുവരും. അവൻ എങ്ങനെ ആയിരിക്കുന്നറിയോ? പുതിയ ആൾക്കാരെ കൊണ്ടുവരും. അള്ളാഹ് അവരെയും ഇഷ്ടപ്പെടും, അവർ അള്ളാഹുവിനെയും ഇഷ്ടപ്പെടും. അവർക്കൊരു തന്റെ ആക്ഷേപം വിഷയായിരിക്കില്ല, ഒരു നഷ്ടം വിഷയായിരിക്കില്ല. കാരണം അവർക്ക് ഇഷ്ടം അള്ളാഹുവിനെയാണ്. അള്ളാഹ് തിരിച്ചങ്ങനെ അങ്ങോട്ടും ഒക്കെ തന്നെയാണ്. മാത്രമല്ല അവർ വിശ്വാസികളുടെ മുന്നിൽ വളരെ മാന്യന്മാരും വളരെ കൂറുള്ളവരും ലോകമനസ്കരുമായിരിക്കും. കുഫറിന്റെ കാര്യത്തിൽ കട്ടുകട്ടിയുള്ള തീരുമാനമെടുക്കുന്ന മനുഷ്യന്മാരെ ഒരു കോംപ്രമൈസിന് തയ്യാറാവില്ല, ഒരഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാവില്ല. നാട്ടുകാർ മുത്തേതിനായി പുരക്കുന്ന പുറത്താക്കി കച്ചവടം പൊളിഞ്ഞു, ഇവ കുലുങ്ങൂല. ഒരു ആക്ഷേപകന്റെയും ആക്ഷേപം പേടിക്കൂല. അല്ലാഹു ആ കൂട്ടത്തിൽ പെടുത്തട്ടെ. നിനക്ക് അങ്ങനെ നാട്ടുകാരും വീട്ടുകാരും കുടുംബക്കാരും മൊത്തം എതിരാകുമ്പോഴും ടീം മുറുകെ പിടിച്ച് നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോളൂ, അത് അല്ലാഹു നിനക്ക് തരുന്ന ഔദാര്യമാണ്. അടിമകളുടെ കൂട്ടത്തിൽ ഉദ്ദേശിക്കുന്നവർക്ക് മാത്രം കൊടുക്കുന്ന ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ്. ആ നിൽക്കാനുള്ള പ്രാണി, ആ ധൈര്യം, ആ ചങ്കൂറ്റം അല്ലാഹു നസീബാക്കി തരട്ടെ. നശിക്കുന്ന ദുനിയാവിന്റെ എന്തെങ്കിലും ആഗ്രഹിച്ച് ആഖിറം നഷ്ടപ്പെടുത്താത്ത, ആഖിറത്തിന് വേണ്ടി ഈ മനസ്സിലാക്കി മുറുകെ പിടിച്ചു നിൽക്കുന്ന മുഅ്മിനീങ്ങളിൽ മുത്തഖീങ്ങളിൽ പെടുത്തി അല്ലാഹു എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ചകളിൽ
ഇതുമായി ബന്ധപ്പെട്ട് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയും, കേൾക്കാനും പറയാനും അതിലുപരി ജീവിതം കൊണ്ടത് തെളിയിക്കാനും അല്ലാഹു തൗഫീഖ് നസീബാക്കട്ടെ. കുറെ ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. നമ്മുടെ സഹോദരന്റെ ഉമ്മ രോഗിയാണ്. അല്ലാഹു പൂർണ്ണ ശിഫാഉ സിഹ്ഹത്തും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. മാരകമായ രോഗങ്ങളെ തൊട്ട് അവരെയും നമ്മയും അല്ലാഹു കാക്കട്ടെ. അല്ലാഹു അവന്റെ ഖുദ്റത്ത് കൊണ്ട് രോഗങ്ങളില്ലാതെ, നഷ്ടങ്ങളില്ലാതെ, മനസ്സിന് വിഷമങ്ങളും തളർച്ചയും ഇല്ലാതെ നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. ഒരുപാട് പേര് പ്രയാസത്തിലുണ്ട്, പട്ടിണിയിലുണ്ട്. പ്രത്യേകിച്ചും മുസ്ലിം സഹോദരങ്ങൾ പലസ്തീനിലെ ഗസയിലെ കാഴ്ചകൾ, വാർത്തകൾ മനസ്സിനെ വേദനിപ്പിക്കുന്ന, മുറിക്കുന്ന കാഴ്ചകളാണ്. അല്ലാഹു ആരെയും അങ്ങനെ പരീക്ഷിക്കാതിരിക്കട്ടെ. അവരുടെ വിഷയത്തിൽ അള്ളാഹുവിന്റെ തീരുമാനം അല്ലാഹു ആലം. അള്ളാഹുവിന്റെ ഹിക്മത്ത് നമുക്കറിയില്ല എന്തുകൊണ്ടാണ് അങ്ങനെ എന്നുള്ളത്. പക്ഷെ ജീവിക്കുന്ന എനിക്കും നിങ്ങൾക്കും അതൊരു പാഠമാണ്. ഒന്നും ചെയ്യാൻ കഴിയില്ല. ഒരു പക്ഷേ ചരിത്രം പറഞ്ഞാൽ ഈ പറഞ്ഞ ഫലസ്തീന് കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് മറ്റൊരു ചരിത്രമുണ്ട്. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിനെ ദേഷ്യം പിടിപ്പിക്കരുത്. അള്ളാഹുവിനെ ദേഷ്യം പിടിപ്പിക്കരുത്. അള്ളാഹുവിനെ ചോദ്യം ചെയ്യരുത്. ഓന്റെ മുമ്പിൽ തലയിൽ പൊക്കിയിട്ട് ആരുണ്ടടാ എന്ന് ചോദിച്ചാൽ അള്ളാഹു ദുനിയാവ് കാണിച്ചു തരും ആരാ ഉള്ളത്. നമുക്ക് താങ്ങാൻ സഹിക്കാൻ കഴിയില്ല. നമ്മൾ ചിലപ്പോൾ കരയും, നമുക്ക് സഹതാപമുണ്ട്, നമ്മുടെ സഹോദരങ്ങളാണ്. പക്ഷെ ഒരുപക്ഷെ താരീഖ് കുറച്ച് ബാക്കോട്ട് പോയാൽ പലതും സംഭവിച്ചിട്ടുണ്ട്. അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കട്ടെ. അവരുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ അള്ളാഹു നീക്കട്ടെ. പട്ടിണിയില്ലാതെ നിർഭയത്വവും സമാധാനവും ആശ്വാസവും കൊടുത്ത് അവരെയും നമ്മയും ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളെയും അള്ളാഹു കാക്കട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين وانصر الإسلام والمسلمين والمجاهدين في سبيلك يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين.